എല്ലാവർക്കും നമസ്കാരം. കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സയൻസിൽ ക്വസ്റ്റ്യൻ പൂളിൽ 8ാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന ചാപ്റ്ററാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് മിക്കവാറും ഈ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ? അതിന് മുൻപ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് അവിടെ കിട്ടുന്നതായിരിക്കും. കാരണം അന്നൊന്ന് പത്രം നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാ കറണ്ട് അഫെയർസും ഒന്നിച്ചൊരു PDF ആയിട്ട് നോക്കി പഠിക്കാൻ നല്ലൊരു സോഴ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ലോഹനാശനം തടയാൻ ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. ഇതൊക്കെയാണ് ലോഹനാശനം തടയാനുള്ള 2 മാർഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് പെയിൻറ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗാൽവനൈസിങ്, വൈദ്യുത ലേപനം തുടങ്ങിയ മാർഗങ്ങളാണ് ലോഹനാശനം തടയാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലേ, നമ്മളിതുപോലെ തുരുമ്പ് പിടിക്കുന്ന സാധനങ്ങളൊക്കെ പെയിൻറ് ചെയ്ത് വെക്കാറുണ്ട്. പെയിൻറ് ചെയ്ത് വെക്കുമ്പോൾ കുറേ നാളത് തുരുമ്പ് പിടിക്കാതെ ഇരിക്കും. അങ്ങനെ ലോഹനാശനം തടയാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് പെയിൻറ്റിങ്, ഗാൽവനൈസിങ്, വൈദ്യുത ലേപനം തുടങ്ങിയവ. അടുത്ത ചോദ്യം, ഏതാനും വസ്തുക്കൾ കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇരുമ്പാണി, ചെമ്പ് കമ്പി, അലുമിനിയം കമ്പി, പെൻസിൽ ലെഡ്, കാർബൺ ദണ്ട്. എ, അടിച്ചു പരത്താൻ കഴിയാത്തവ ഏതൊക്കെ? ബി, വൈദ്യുത കമ്പിയായി അലുമിനിയം ഉപയോഗിക്കുന്നതിനുള്ള എന്തെങ്കിലും 2 കാരണങ്ങൾ എഴുതുക. ഇത് രണ്ടുമാണ് ചോദ്യം. അപ്പോൾ ഇരുമ്പാണി, ചെമ്പ് കമ്പി, അലുമിനിയം കമ്പി, പെൻസിൽ ലെഡ്, കാർബൺ ദണ്ട്. ഇതിനകത്ത് അടിച്ചു പരത്താൻ കഴിയാത്തവ ഏതൊക്കെ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതൊക്കെയാണ് അടിച്ചു പരത്താൻ കഴിയാത്തത്? പെൻസിൽ ലെഡ് അടിച്ചു പരത്താൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെ കാർബൺ ദണ്ട്, ഇരുമ്പാണി, ചെമ്പ് കമ്പി, അലുമിനിയം കമ്പി, ഇത് 3ഉം അടിച്ചു പരത്താൻ കഴിയുന്നതാണ്. അടിച്ചു പരത്താൻ കഴിയാത്തത് ഈ തന്നിരിക്കുന്നതിനകത്ത് പെൻസിൽ ലെഡും കാർബൺ ദണ്ടുമാണ്. അടുത്തത്, ആഹാരം പാകം ചെയ്യാൻ സാധാരണ ലോഹനിർമ്മിതമായ പാത്രങ്ങളാണ് ഉപയോഗിക്കാറ്. 1, പാത്രത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 ലോഹങ്ങളുടെ പേരെഴുതുക. 2, ലോഹങ്ങളുടെ ഏതൊക്കെ സവിശേഷതകളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? ഓക്കെ, അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. ആഹാരം പാകം ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ലോഹനിർമ്മിതമായ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന 2 ലോഹങ്ങളുടെ പേരെഴുതാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ കാണാറുള്ളതാണ് അലുമിനിയത്തിൻ്റെ പാത്രങ്ങളല്ലേ. അലുമിനിയത്തിൻ്റെ തവി മുതൽ കലം വരെ എല്ലാ സാധനങ്ങളും അലുമിനിയത്തിൻ്റെതുണ്ട്. പിന്നെ ചെമ്പ് വലിയ ചെമ്പ് ഒക്കെ നമ്മൾ വലിയ സദ്യകൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇരുമ്പിൻ്റെ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പാത്ര നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് അലുമിനിയം, ചെമ്പ്, ഇരുമ്പ് തുടങ്ങിയവ. ഇനി ഈ ലോഹങ്ങൾ പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം താപചാലകതയാണ്. കാരണം നമ്മൾ പാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ തീ കത്തിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചൂടാവണം. എന്നാലേ നമ്മുടെ ആഹാര സാധനങ്ങൾ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ താപചാലകത ഒരു കാരണമാണ്. രണ്ടാമത്തേത് കാഠിന്യം. മൂന്നാമത്തേത് മാല്യബിലിറ്റി, അതുപോലെ ഡക്റ്റിലിറ്റി. അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും ഒക്കെയുള്ള കഴിവിനെയാണ് ഈ മാല്യബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നൊക്കെ പറയുന്നത്. താപചാലകത, കാഠിന്യം, മാല്യബിലിറ്റി, ഡക്റ്റിലിറ്റി തുടങ്ങിയവയാണ് ലോഹങ്ങൾ ആഹാരം നിർമ്മിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ കാരണം. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തി ശരിയാക്കി എഴുതുക. 1, അലുമിനിയം വൈദ്യുത ചാലകങ്ങളാണ്. 2, പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണ്.
3 പൊട്ടാസ്യം കാഠിന്യം ഉള്ള ലോഹമാണ്. പിന്നെ ചെമ്പിന് സോണാരിറ്റി ഉണ്ട്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവനകൾ ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അലുമിനിയം വൈദ്യുത ചാലകങ്ങളാണ്. അത് കറക്റ്റാണ്. അലുമിനിയം വൈദ്യുതി കടത്തിവിടുന്നവയാണ്. പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശരിക്കും എന്താണ്? പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കൂടിയ ലോഹമാണ്. പ്ലാറ്റിനത്തിന് ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഇനി അടുത്ത് നോക്കിയേ, പൊട്ടാസ്യം കാഠിന്യം ഉള്ള ലോഹമാണ്. ഈ പ്രസ്താവന തെറ്റാണ്. കാരണം സോഡിയം, പൊട്ടാസ്യം മുതലായവ മൃദുലോഹങ്ങളാണ്. ഇതിനു മുൻപത്തെ ഒരു പരീക്ഷയിൽ ഇതുപോലെ ഒരു പ്രസ്താവന ചോദ്യത്തിൽ സോഡിയം കത്തികൊണ്ട് മുറിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ്. കാരണം മൃദുലോഹമാണ് സോഡിയം. നമുക്ക് കത്തിയും കൊണ്ട് മുറിച്ചെടുക്കാം. അങ്ങനെയുള്ള മൃദുലോഹങ്ങളിലൊന്നാണ് സോഡിയം. അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ എന്താണ്? മൃദുലോഹമാണ്. ഇനി അടുത്തത് ചെമ്പിന് സോണാരിറ്റി ഉണ്ട്. അതും കറക്റ്റാണ്. സോണാരിറ്റി ഉള്ള ലോഹമാണ് ചെമ്പ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്ലാറ്റിനത്തിന് ഡക്റ്റിലിറ്റി കുറവാണ്. അതുപോലെ പൊട്ടാസ്യം കാഠിന്യം ഉള്ള ലോഹമാണ്. ഇത് രണ്ടുമാണ് തെറ്റ്. ശരിയായിട്ടുള്ളത് എന്താ? പ്ലാറ്റിനത്തിന് ഡക്റ്റിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം മൃദുലോഹമാണ്. ഇനി അടുത്ത ചോദ്യം, ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. അവയുടെ ഓരോ ഉപയോഗങ്ങൾ പറയുക. ലോഹനാശനം സംഭവിക്കാത്ത 2 ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്വർണ്ണമാണ്. നമുക്കറിയാം, സ്വർണ്ണം നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് എന്താണ്? അതിനൊരു തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. അതുപോലെ ക്ലാവ് പിടിക്കുകയൊന്നും ചെയ്യാത്തൊരു ലോഹമാണ് സ്വർണം. അതുപോലെ പ്ലാറ്റിനം. അതുകൊണ്ടാണ് ഇത് രണ്ടും ആഭരണം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്വർണവും പ്ലാറ്റിനവുമാണ് ലോഹനാശനം സംഭവിക്കാത്ത 2 ലോഹങ്ങൾ. അടുത്ത ചോദ്യം, നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നോ? അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന കറക്റ്റാണ്. ഇരുമ്പ് നാരങ്ങയിലെ ആസിഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് നാരങ്ങ മുറിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. എന്തുകൊണ്ടാണ്? ഇരുമ്പ് ആസിഡുമായി പ്രവർത്തിച്ച് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നാരങ്ങ മുറിക്കാൻ ഇരുമ്പിനേക്കാൾ കൂടുതൽ യോജ്യം. അടുത്ത ചോദ്യം, നിത്യജീവിതത്തിൽ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. എ, ഇരുമ്പിൻ്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ. ബി, ഇരുമ്പിന് ചുറ്റുപാടുമുള്ള സമ്പർക്കം കൊണ്ട് ലഭിക്കുന്ന ഒരു മാറ്റം എഴുതുക. ഇത് തടയാൻ സ്വീകരിക്കാവുന്ന ഒരു മാർഗവും പറയുക. നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ 2 ഉപയോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? പണിയായുധങ്ങൾ നിർമ്മിക്കാൻ, ഗ്രില്ലുകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ചുറ്റുപാടുമുള്ള സമ്പർക്കം കൊണ്ട് സംഭവിക്കുന്ന മാറ്റം എന്താ ഇരുമ്പിന്? ഇരുമ്പ് സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്? ഇരുമ്പ് തുരുമ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇത് തടയാനായിട്ട് സ്വീകരിക്കാവുന്ന ഒരു മാർഗം എന്താ? ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുക, അല്ലേ? പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് ലോഹനാശനം. ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാനായിട്ടുള്ള മാർഗം പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്വർണം ഇവയിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കാത്ത ലോഹമേത്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്വർണം എന്നിവയിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കാത്ത ലോഹം ഏതാണ്? സ്വർണമാണ് ഇതിനകത്ത് ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കാത്ത ലോഹം. ബാക്കി സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ
ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. അടുത്ത ചോദ്യം, ലാബോറട്ടറിയിൽ സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. അതിന് കാരണമെന്ത്? എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നാൽ ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. വായുവുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ടാണ് ഇതിനെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താ? സോഡിയവും പൊട്ടാസ്യവും എവിടെ സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവുമായിട്ട് ഇത് നേരിട്ട് സമ്പർക്കത്തിൽ വന്നാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണിത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. സോഡിയവും പൊട്ടാസ്യവും മൃദുലോഹങ്ങളാണ്. അത് സൂക്ഷിക്കുന്നത് എവിടെയാണ്? മണ്ണെണ്ണയിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ വേഗം നശിച്ചു പോകുന്ന ലോഹമേത്? സ്വർണം, സോഡിയം, അലുമിനിയം, കോപ്പർ. ഏതാണ്? സോഡിയമാണ് ഈ തന്നിരിക്കുന്നവയിൽ വേഗം നശിച്ചു പോകുന്ന ലോഹം. ഇനി അടുത്ത ചോദ്യം, ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള കാരണമെന്ത്? എന്തുകൊണ്ടാണ് ബൾബിലെ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉയർന്ന ദ്രവണാങ്കമാണ്. ഉയർന്ന ദ്രവണാങ്കമുള്ളത് കൊണ്ടാണ് ബൾബിൽ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. വാദ്യോപകരണമായ ഇലത്താളം നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറില്ല. ശരിയോ തെറ്റോ? കാരണം എഴുതുക. എന്തുകൊണ്ടാണ്? വൈദ്യുത ഉപകരണമായ ഇലത്താളം നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക്കിന് സോണോരിറ്റി എന്ന സവിശേഷതയില്ല. അതുകൊണ്ട് ഇത് വൈദ്യോപകരണങ്ങളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ചൊരു സൗണ്ടൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന് സോണോരിറ്റി എന്ന് പറയുന്ന ആ ഒരു സവിശേഷത ഇല്ലാത്തത് കൊണ്ടാണ് വാദ്യോപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കാത്തത്. അടുത്തത്, ടങ്സ്റ്റൺ, സ്വർണം, ലിഥിയം, അലുമിനിയം. ഇതിനകത്ത് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ഏതാണ്? അലുമിനിയമാണ് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണ്ണമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാഠിന്യം കുറഞ്ഞ ലോഹം ടങ്സ്റ്റൺ, സ്വർണം, ലിഥിയം, അലുമിനിയം. ഇതിനകത്ത് കാഠിന്യം കുറഞ്ഞ ലോഹം ഏതാ? അത് ലിഥിയമാണ് കാഠിന്യം കുറഞ്ഞ ലോഹം. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണം എഴുതുക. എ, അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. ബി, ആഭരണം നിർമ്മിക്കാൻ സ്വർണം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തത്? എന്തുകൊണ്ടാണ്? മോരൊരു ആസിഡാണ്. അതിനാൽ അത് അലുമിനിയവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് മോര് അലുമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാത്തത്. അതുപോലെ സ്വർണം ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? നല്ല തിളക്കമുള്ള ഒരു ലോഹമാണ് സ്വർണം. അതുപോലെ തന്നെ നശിച്ചു പോകില്ല, ലോഹനാശനം സംഭവിക്കാത്ത ഒരു ലോഹമാണ് സ്വർണം. അതുകൊണ്ടാണ് ആഭരണ നിർമ്മാണത്തിനൊക്കെ സ്വർണം ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഇരുമ്പിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. ബി, സോഡിയത്തെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. സി, ലിഥിയം ഒരു മൃദുലോഹമാണ്. ഡി, പൊട്ടാസ്യം കാഠിന്യം കൂടിയ ലോഹമാണ്. ഇതിനകത്തിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ അതിന് മുൻപേ ഞാൻ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ഇതുപോലെ സോഡിയത്തെ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചോദ്യം എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. SCRT ക്വസ്റ്റ്യൻ പൂളിൽ ഉള്ള ചോദ്യമാണത്. SCRT പാഠഭാഗങ്ങളിലെ പ്രധാന ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ പൂൾ. അതുകൊണ്ട് അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കിയിട്ട് ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ ചോദ്യം, ഇരുമ്പിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുമോ? ഇരുമ്പിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. ആ പ്രസ്താവന ശരിയാണോ? അല്ല. അടുത്തത്, സോഡിയത്തെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. പറ്റുമല്ലേ? കാരണം സോഡിയം ഒരു മൃദുലോഹമാണ്. അതിനെ ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ലിഥിയം ഒരു മൃദുലോഹമാണ്.
അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ലിഥിയം ഒരു മൃദു ലോഹമാണ്. അടുത്തത് പൊട്ടാസ്യം കാഠിന്യം കൂടിയ ലോഹമാണ്. ആ പ്രസ്താവനയും തെറ്റാണ്. പൊട്ടാസ്യം സോഡിയം ഒക്കെ മൃദു ലോഹങ്ങളാണ്. പൊട്ടാസ്യം, സോഡിയം, ലിഥിയം മുതലായവ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? അതെല്ലാം മൃദുലോഹങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് അനുയോജ്യമായവ ചേർത്തെഴുതുക. എ സോഡിയം, ബി അലുമിനിയം, സി വെള്ളി. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: പാത്രങ്ങൾ നിർമ്മിക്കാൻ വൈദ്യുത ചാലകത കൂടുതൽ, കാഠിന്യം കുറവ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ പ്രത്യേകത എന്താ? മൃദുലോഹമാണ്. അപ്പോൾ കാഠിന്യം കുറഞ്ഞതാണ് സോഡിയം അല്ലേ. ഇനി പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ? അലുമിനിയമാണ്. വൈദ്യുത ചാലകത കൂടുതലുള്ളത് അപ്പോൾ എന്തിനായിരിക്കും? വെള്ളിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ സോഡിയം കാഠിന്യം കുറഞ്ഞ ലോഹം, അലുമിനിയം പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, വെള്ളി വൈദ്യുത ചാലകത കൂടുതലാണ്. ഇനി അടുത്ത ചോദ്യം: കുറച്ച് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയ്ക്ക് അനുയോജ്യമായ ലോഹങ്ങളെ കണ്ടെത്തുക. ഒന്നാമത്തേത്, മാല്യബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? 2, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? സി, വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം ഏത്? നമുക്ക് ഓരോന്നായി നോക്കാം. മാല്യബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? അത് സ്വർണ്ണമാണ്. അടിച്ചു പരത്തി കനം കുറഞ്ഞ കമ്പികളൊക്കെ ആക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ തകിടുകളൊക്കെ ആക്കി മാറ്റാനായിട്ടുള്ള കഴിവിനെയാണ് ഈ മാല്യബിലിറ്റി എന്ന് പറയുന്നത്. മാല്യബിലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ലോഹം ഏതാ? അത് സ്വർണ്ണമാണ്. അടുത്തത് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാ? പ്ലാറ്റിനം. പ്ലാറ്റിനത്തിനാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ. അടുത്തത് വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം ഏതാ? സ്വർണം, വെള്ളി, കോപ്പർ, പ്ലാറ്റിനം, അലുമിനിയം. ഇതിനകത്ത് വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം ഏതാ? വെള്ളിയാണ്. വെള്ളിയാണ് വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം. ഇനി അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയെ ലോഹമൂലകങ്ങൾ, അലോഹമൂലകങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കുക. അലുമിനിയം, ഹൈഡ്രജൻ, കോപ്പർ, ഓക്സിജൻ, ഇരുമ്പ്, നൈട്രജൻ. ഇതിനകത്ത് ലോഹമൂലകങ്ങൾ, അലോഹമൂലകങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലോഹമൂലകങ്ങൾ ഏതൊക്കെയാ? അലുമിനിയം ലോഹമാണ്, കോപ്പർ, ഇരുമ്പ് എന്നിവ ലോഹമാണ്. അലുമിനിയം, കോപ്പർ, ഇരുമ്പ്. അടുത്തത് അലോഹമൂലകങ്ങളാണ്. ഏതൊക്കെയാണ് അലോഹമൂലകങ്ങൾ? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ് ഇവിടുത്തെ അലോഹമൂലകങ്ങൾ. അലോഹമൂലകങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ലോഹമൂലകങ്ങളാണ് അലുമിനിയം, കോപ്പർ, ഇരുമ്പ് തുടങ്ങിയവ. അടുത്ത ചോദ്യം: മിഠായി പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. ഇതിന് കാരണമായ ലോഹ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? ഓപ്ഷൻ എ മാല്യബിലിറ്റി, ഓപ്ഷൻ ബി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ സി ലോഹദ്യുതി, ഓപ്ഷൻ ഡി സോണാരിറ്റി. ഏതാണ്? മാല്യബിലിറ്റിയാണ്. മിഠായി പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. ഇതിന് കാരണം ആയ ലോഹ സവിശേഷതയാണ് മാല്യബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ഏകദേശം ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്